കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ആൻസമ്മ. ഇതെൻ്റെ മോനാണ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ തലയിൽപ്പറമ്പ് സെൻറ്റ് ജോർജ് പള്ളിയിലെ ഇടവക അംഗമാണ്. ഞാൻ കുഞ്ഞിലേ മുതൽ മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഞാൻ തന്നെയല്ല, എൻ്റെ കുടുംബം മുഴുവൻ മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. മാതാവ് വഴിയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വർഷിച്ചിരിക്കുന്നത്. കൃപാസനത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ്. 2019 എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഒരു ഉടമ്പടി പത്രം എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കിവിടെ ഒന്ന് പോകാം. ഞാൻ പോയിട്ടുള്ളതാണ്, എനിക്കൊരു കൂട്ട് വേണം, അപ്പോൾ നീയും കൂടെ വരാൻ പറഞ്ഞ് ഞാനും വന്നു. അന്ന് വന്നതൊന്നും എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു ഇവിടെ. പിന്നെ വേറൊരു ദിവസം വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്. ഈ 2 പേരും പഠിക്കാൻ മിടുക്കരുമാണ്. നല്ല ദൈവവിശ്വാസത്തിലാണ് ഞാൻ അവരെ വളർത്തിയത്. അവർക്ക് പഠിച്ചു കഴിയുമ്പോൾ കേരളത്തിൽ തന്നെ ഒരു നല്ല ഗവൺമെൻറ് ജോലി കിട്ടണമെന്നും അവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കണമെന്നും നല്ലവരായ ദൈവമക്കളെ നൽകണമെന്നുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഞാൻ അതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്ന് എൻ്റെ കാലിന് പൊട്ടലുണ്ടായി. എനിക്ക് പിന്നെ വരാൻ സാധിച്ചില്ല, കൊറോണയുമായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് വരാൻ സാധിച്ചത്. 2023 ഞാൻ വന്നു. അപ്പോൾ എൻ്റെ മോന് M.Tech കഴിഞ്ഞതാണ്. അവന് ക്യാമ്പസ് സെലക്ഷൻ മുഖേന ടാറ്റയിൽ ജോലി കിട്ടി. കുറേ കഴിഞ്ഞപ്പോൾ കൊറോണ വന്നപ്പോൾ അവർ വർക്ക് ഫ്രം ഹോമായിട്ട് വീട്ടിലേക്ക് വിട്ടു. ഈ അവസരത്തിൽ ഇവൻ നല്ലതുപോലെ അധ്വാനിച്ചു. PSC സെലക്ഷൻ കിട്ടാൻ വേണ്ടി നല്ലതുപോലെ അധ്വാനിച്ചു. നല്ലതുപോലെ ഞങ്ങൾ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ഇവനൊക്കെ ഒരു ഗവൺമെൻറ് സർവീസിൽ നല്ല ഒരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈല എന്ന് ഞാൻ അവന് തലയിൽ തേച്ച് നെറ്റിയിൽ തേച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ അതുപോലെയൊക്കെ ചെയ്തു. പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപവും കൂടെ കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ അവൻ ധാരാളം പരീക്ഷകൾ എഴുതി 14 എണ്ണത്തിൽ നല്ല റാങ്കോടുകൂടി പാസ്സാകാൻ പറ്റി. എല്ലാം നല്ല ജോലികളായിരുന്നു. എല്ലാം മാതാവ് കൊടുത്തതാണ്. മാതാവിൻ്റെ ഒത്തിരി സാന്നിധ്യം അവൻ അനുഭവിച്ചു എന്നാണ് അവൻ പറയുന്നത്. ഇവൻ പരീക്ഷയ്ക്ക് കയറുമ്പോൾ മുതൽ ഞാൻ തിരി കത്തിച്ച് നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് പിന്നെ ഞാൻ പ്രാർത്ഥന നിർത്തുന്നത്. എല്ലാ ബുധനാഴ്ചയും ഞാൻ എൻ്റെ മകന് വേണ്ടി നോയമ്പ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ശനിയാഴ്ചകളിൽ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയും നോയമ്പ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നോയമ്പ് ഉപവാസം എടുത്ത് മാതാവിനോടും ഈശോയോടും യോസേപ്പ് പിതാവിനോടും ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏതാണേലും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കുറച്ച് താമസിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായി നടത്തി തന്നു. മോൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ PSC വഴി ജോലി കിട്ടി. അനുയോജ്യനായ ഒരു നല്ല ജീവിത പങ്കാളിയെ നൽകി, 2 കുഞ്ഞുങ്ങളെയും നൽകി. അവർ സന്തോഷമായിട്ട് താമസിക്കുന്നു. മോന് 13 പരീക്ഷ എഴുതി കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന് ജോലി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ലെക്ചററായിട്ട് കിട്ടുക എന്നതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്ക് ഗവൺമെൻറ് സർവീസ് ജോലി കിട്ടാൻ എത്രമാത്രം വിഷമമാണെന്നറിയാം. എല്ലാ തടസ്സങ്ങളും നീക്കി ഈ കൃപാസനം മാതാവ് എൻ്റെ മകന് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ജോലി കിട്ടി. ഇപ്പോൾ അവൻ കോതമംഗലത്ത് ഒരു കോളേജ് ലെക്ചററായിട്ട് ജോലി ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് അവനൊരു ജീവിത പങ്കാളിയെ കിട്ടുക എന്നുള്ളതാണ്. ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. ഉത്തമയായ ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒന്നടങ്കം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഏതാണെങ്കിലും ഞങ്ങളുടെ അടുത്ത ഇടവകയിൽ നിന്ന് തന്നെ നല്ലൊരു കുട്ടിയെ എൻ്റെ മോന് ജീവിത പങ്കാളിയായി ലഭിച്ചു. അവൾ MBBS കഴിഞ്ഞ് ഇപ്പോൾ PGക്ക് പഠിക്കുകയാണ്.
കല്യാണം കഴിഞ്ഞ ഈ ഏപ്രിൽ 15-ാം തീയതിയാണ് കല്യാണം. വളരെ ദൈവാനുഗ്രഹപ്രദമായി, ഞങ്ങൾ വിചാരിച്ചതിലും വളരെയേറെ സന്തോഷപ്രദമായി കല്യാണം നടത്തി. അവിടെ അവൾക്ക് അവധി കിട്ടുകയില്ല. കല്യാണത്തിന് വേണ്ടി 10 ദിവസം കിട്ടിയത് തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് അവധി കിട്ടാത്തത് കൊണ്ടാണ് കുട്ടി വരാഞ്ഞത്. പിന്നെ എൻ്റെ ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പേപ്പർ മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലും കൊടുക്കും, ആശുപത്രിയിലും കൊടുക്കും. പിന്നെ മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുട്ടികളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ സഹായിച്ചുകൊണ്ടേയിരുന്നു. അന്നേരവും ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ ഞാൻ ചെയ്യുന്ന ഒരു നിയോഗം വെച്ചാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജോലി കൊടുക്കണം, ജീവിത പങ്കാളിയെ കൊടുക്കണം, അതുപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങളെയും കൊടുക്കണം. ഏതാണേലും അമ്മ അതെല്ലാം സാധിച്ചു തന്നു. മോൻ്റെ കല്യാണമായപ്പോൾ ഞാൻ ധാരാളം പള്ളികളിൽ കുർബാന ചെല്ലിക്കാൻ കൊടുത്തു. മോൻ്റെ ഭക്ഷണം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള പിയാത്ത ഭവനിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിരുന്നു. കൂടാതെ തന്നെ എല്ലാ മാസവും ഞാനും എൻ്റെ അനിയത്തിമാരും ഒരു മാനസിക രോഗികൾ താമസിക്കുന്ന ഒരു മന്ദിരത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാറുണ്ട്. എനിക്ക് സാധിക്കുന്നവർക്കൊക്കെ എന്നെയും കൊണ്ട് പറ്റുന്നത് പോലെ അർഹരായവർക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സഹായിക്കാറുണ്ട്. രോഗികളെ, എൻ്റെ കാല് മേലാത്തതുകൊണ്ട് എനിക്കധികം ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റുകയില്ല. അടുത്തുള്ള രോഗികളെ സന്ദർശിക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ധാരാളം പ്രാർത്ഥിക്കുന്നത്, പുറത്തൊന്നും ഞാൻ കാണിക്കാറില്ല പ്രാർത്ഥന. ഞാൻ എൻ്റെ മുറിയിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ. മോനുള്ളപ്പോഴാണ് വണ്ടിയിൽ പോകാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വീട്ടിലിരുന്ന് കുർബാന കാണാറുണ്ട്. അപ്പോൾ ധാരാളം പേര് എന്നോട് പറയാറുണ്ട്, ടീച്ചറെ ഞങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ടീച്ചറിൻ്റെ മക്കൾ രക്ഷപ്പെട്ടില്ല അതുപോലെ പ്രാർത്ഥിക്കുവാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃപാസനം മാതാവ് രക്ഷപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൃപാസനത്തിൽ പോകാം. പറ്റുകയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. പറ്റുകയല്ലാതെ അസാധ്യ കാര്യങ്ങളും സാധിച്ചു തരുന്ന കൃപാസനം മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും മാതാവിന് സാക്ഷ്യം പറയാറുണ്ട്. ആത്മീയ ജീവിതം ഞാൻ മിക്കവാറും മോനുള്ള ദിവസങ്ങളിൽ കുർബാന കാണാറുണ്ട്. ഞാൻ കാല് ആക്സിഡൻ്റ് ആകുന്നതിന് മുമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരിയും എല്ലാ ദിവസവും പള്ളി പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നുകൊണ്ടിരുന്ന കൂട്ടുകാരിയാണ്, പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ കാല് മേലാത്തത് കൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റുന്നില്ല. മോനുള്ള ദിവസം പോകും, അല്ലാത്ത ദിവസം വീട്ടിലിരുന്ന് കുർബാന കാണും. പിന്നെ കുമ്പസാരി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എൻ്റെ വീട്ടിലെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പ്രാർത്ഥനയിലാണ്. എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ പോലെ തന്നെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അറിയാവുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. പറ്റാവുന്നിടത്തൊക്കെ ഞാൻ പോയി കാണും. എനിക്ക് കാല് മേലാത്തത് കൊണ്ട് അധികം നടക്കാൻ പറ്റുകയില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കൃപാസനത്തിൽ വന്ന് വളരെ സന്തോഷത്തോടു കൂടി അമ്മയുടെ മുമ്പിൽ വലിയൊരു നന്ദി പ്രകാശിപ്പിക്കാനുള്ള കൃപ കിട്ടണമെന്നുള്ളത് എൻ്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നു. അത് അമ്മ സാധിച്ചു തന്നു. അമ്മയ്ക്ക് 100 നന്ദി. എൻ്റെ മരണം വരെ ഞാനും എൻ്റെ മക്കളും അമ്മയുടെ കാൽ കീഴിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുക്കാനാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാ നന്മകളും അമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ബാബു ശ്രീയക്ക്. ഞാനിപ്പോൾ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഗവൺമെൻറ് കോളേജിൽ. അമ്മയുടെ പ്രാർത്ഥന ഞാൻ നേരിട്ട് കണ്ടതാണ്, നേരിട്ട് അനുഭവിക്കുകയും ചെയ്തതാണ്. ഏകദേശം 14 കേരള PC റാങ്ക് ലിസ്റ്റുകളിലോടും ഞാൻ ഉണ്ട്. അതും അത്യാവശ്യം റാങ്ക് ലിസ്റ്റുകളിലെല്ലാം 10-നകത്ത് തന്നെയാണ് റാങ്ക്. അപ്പോൾ എല്ലാം മാതാവിൻ്റെ പ്രത്യേകമായ മതിശക്തിയാണ് കൃപാസന മാതാവിൻ്റെ. അതുപോലെ തന്നെ കല്യാണവും അതിഗംഭീരമായി തന്നെ മാതാവ് നടത്തി തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടി. മാതാവിന് പ്രത്യേകം നന്ദി, കൃപാസന മാതാവിന്. അതുപോലെ തന്നെ അമ്മയാണെങ്കിലും അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം അമ്മ കൃപാസന മാതാവിന് സാക്ഷ്യം കൊടുക്കാറുണ്ട്. കൃപാസന മാതാവിന് പ്രത്യേകം നന്ദി. അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണരാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു.
സങ്കീർത്തനം 21:6 ഉടമ്പടി ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ദൈവസന്നിധിയിലെ സന്തോഷം ആനന്ദിക്കാനുള്ള ഒരു വിളിയാണ്. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവത്തിലേക്ക് അടുക്കാനും ആ സന്നിധിയിൽ ജീവിക്കുവാനുമുള്ള ഒരു വിളി, ഒരു ഉറച്ച വിശ്വാസം ആണ് ഉടമ്പടി. ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല ഉറപ്പ് ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നൽകുന്നത്. ഏതവസ്ഥയിലായാലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനുമൊക്കെയാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. അത് അമ്മയുടെയും ഈശോയുടെയും ഒരു പ്രസൻസാണ്, ഒരു സാന്നിധ്യമാണ്. ഉടമ്പടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പാലിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്കും നമ്മളൊരു അനുഗ്രഹമായി മാറുകയാണ്. ഒരു വ്യക്തി മാത്രമല്ല, ആ കുടുംബവും ആ കുടുംബത്തിനടുത്തുള്ള അയൽപക്കക്കാരും ആ ജോലി ചെയ്യുന്ന ഓഫീസും നമ്മളോട് ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും നമ്മളൊരു അനുഗ്രഹമായി മാറുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ആ അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് ഓരോ വ്യക്തികളും ഉടമ്പടിയിലൂടെ ചെയ്യുന്നത്. അൻസമ്മ ജോർജ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഉടമ്പടിയിലൂടെയാണ്. കൂട്ടുകാരി ഉടമ്പടി കൃപാസനത്തെപ്പറ്റി പറയുകയും റിട്ടയർഡ് ടീച്ചറായ ഈ സഹോദരി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കേരളത്തിൽ തന്നെ ഒരു ജോലി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും പുറത്തേക്ക് പോകാനാണ് ആഗ്രഹം. നല്ല ജോലി നേടാനും അവിടെ ചെന്ന് സെറ്റിലാവാനും ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള വലിയ ആഗ്രഹമൊക്കെയാണ്. പക്ഷേങ്കിൽ ഈ സഹോദരി പ്രാർത്ഥിച്ചത് കേരളത്തിൽ തന്നെ ജോലി കിട്ടാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി. അതുപോലെ തന്നെ മകൻ M.Tech പാസ്സാകുകയും ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി ലഭിക്കുകയും പിന്നീട് PSC വളരെ വർക്ക് ചെയ്ത് ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് PSC ടെസ്റ്റ് പാസ്സാവുകയും അത് ഏകദേശം നല്ല രീതിയിൽ പാസ്സാകാൻ സാധിച്ചത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വിശ്വാസത്തോടെ നയിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ പ്രാർത്ഥന ഫലമായിട്ടാണ്. ഏകദേശം നല്ല ജോലികൾക്ക് കോളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ 14 ജോലി വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഈ മകൻ സെലക്ട് ചെയ്തത് ഒരു പ്രത്യേക ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ലെക്ചറായിട്ടാണ്. ഇവിടെയും ഈശോയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് മകൻ സാക്ഷ്യപ്പെടുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം ഒത്തിരി സെലക്ഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുന്നത് അതും കേരളത്തിൽ തന്നെ ലഭിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് വിവാഹത്തിൻ്റെ കാര്യവും. നല്ലൊരു നല്ലൊരു വൈഫിനെ കിട്ടണം തന്നെ പ്രാർത്ഥിക്കുകയും നല്ലൊരു മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആഗ്രഹിച്ച പ്രകാരം തന്നെ കല്യാണം നടത്തുകയും ഏപ്രിൽ 15 ഈ മാസം തന്നെയാണ് കല്യാണം കഴിയുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുകയും ചെയ്യുന്നത്. അത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് തന്നെയാണ് ഈ അമ്മയും മകനും വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം മനസ്സിലാക്കി അടുത്തറിഞ്ഞ ഒരു കുടുംബമാണ്. ഉടമ്പടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നയിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ആഫ്റ്റർ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരുന്നത്. കൃപാസനം അമ്മ ഉടമ്പടിയിലൂടെ ദൈവസന്നിധിയിൽ ഉറച്ചു ജീവിക്കുവാനും പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ആ ദൈവസാന്നിധ്യത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതും. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അൻസമ്മ ടീച്ചറിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.